അതായത് 2050 നിങ്ങൾ കേരളത്തിലെ ഒരു ഗ്രാമത്തിലൂടെ നടക്കുകയാണ്. അവിടെ മനോഹരമായ വീടുകളുണ്ട്, ആധുനികമായ റോഡുകളുണ്ട്, സ്കൂളുകളും വലിയ ആശുപത്രികളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം മാത്രം അവിടെ കുറവായിരിക്കും: യുവാക്കൾ. വീടുകൾ ഉമ്മറത്ത് നോക്കിയാൽ അവിടെ പ്രായമായ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും മാത്രമേ കാണാണ്ടാവൂ. കളിക്കളത്തിൽ കുട്ടികളില്ല, നിരത്തുകളിൽ യുവത്വങ്ങളില്ല. കേരളം പതുക്കെ ഒരു വയോജന സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എന്തെങ്കിലും സിനിമയുടെ കഥയല്ല, ജനസംഖ്യയുടെ പഠനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അതുകൊണ്ടാണ് ഭാവിയിലെ കേരളത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ പോകുന്നൊരു പേര് ജെറിയാട്രിക് എന്നായിരിക്കും. അതായത് വയോധികർക്കായി മാത്രം പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ആശുപത്രികൾ. ഇന്ന് നമുക്കിടയിൽ ഈ വാക്ക് അത്ര പരിചിതമല്ലായിരിക്കും. പക്ഷേ നമ്മുടെ വീടുകളിലും സുഹൃത്തുക്കളുടെ ഇടയിലും ഒന്ന് നോക്കിയാൽ മനസ്സിലാവും, അങ്ങനെ ഒരു കാലത്തിലേക്കാണ് നമ്മൾ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ വയോധികരുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ജപ്പാൻ എന്നാണ്. ജപ്പാനിലെ ജനസംഖ്യയുടെ 30% 65 വയസ്സിന് മുകളിലുള്ളവരാണ്. അവിടെ ഇന്ന് യുവാക്കളേക്കാൾ കൂടുതൽ വയോധികർക്കായി സൗകര്യങ്ങൾ ഒരുക്കുന്നതിനാണ് ആ രാജ്യം ശ്രദ്ധിക്കുന്നത്. സമാനമായ ഒരു പാതയിലാണ് ഇന്ന് കേരളവും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ആരോഗ്യ സേവന രംഗങ്ങളും വിദ്യാഭ്യാസ നിലവാരവും വളരെ ഉയർന്നതാണ്. അതിൻ്റെ ഫലമായി നമ്മുടെ ആയുർദൈർഘ്യം കൂടി. പക്ഷെ മറുവശത്ത് ജനനനിരക്ക് കുറയുകയും യുവാക്കൾ തൊഴിൽ തേടി വിദേശങ്ങളിലേക്ക് കുടിയേറുകയും ചെയ്യുന്നു. ജപ്പാൻ നേരിട്ട അതേ പ്രതിസന്ധി, അതായത് യുവത്വം നഷ്ടപ്പെടുന്ന സമൂഹം, കേരളത്തെയും കാത്തിരിക്കുകയാണ്. 2050 കേരളം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വയോധികരുള്ള സംസ്ഥാനമായി മാറുകയാണ്. ഓരോ 5 പേരിൽ ഒരാൾ 60 വയസ്സിന് മുകളിലുള്ളവരായിരിക്കും. ഈ സാഹചര്യത്തിലാണ് ജെറിയാട്രിക് മെഡിസിൻ എന്ന വിഭാഗം പ്രസക്തമാകുന്നത്. പ്രായമാകുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഹൃദ്രോഗങ്ങൾ, പ്രമേഹം, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ ശാരീരിക ബുദ്ധിമുട്ടുകൾക്കൊപ്പം തന്നെ ഡിമെൻഷ്യ, അൽഷൈമേഴ്സ് തുടങ്ങിയ മാനസിക വെല്ലുവിളികളും വർദ്ധിക്കുന്നു. ഒരു സാധാരണ ആശുപത്രിയിൽ എല്ലാ രോഗികളെയും ഒരേപോലെയാണ് കാണുന്നതെങ്കിൽ ജെറിയാട്രിക് ക്ലിനിക്കുകളിൽ വയോധികരുടെ മരുന്നുകൾ, പോഷണം, മാനസികാരോഗ്യം, പുനരധിവാസം എന്നിവയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകുന്നുണ്ട്. 2050 കേരളത്തിൽ ഓരോ ജില്ലയിലും ഡസൻ കണക്കിന് ജെറിയാട്രിക് ക്ലിനിക്കുകൾ ഉണ്ടാകാം. സ്മാർട്ട് ഹെൽത്ത് മോണിറ്ററിംഗ് ഉപകരണങ്ങളും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഓൺലൈൻ കൺസൾട്ടേഷനുകളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറും. ഒരു ഏജിംഗ് സൊസൈറ്റിയായി മാറുന്ന കേരളത്തെ സംരക്ഷിക്കാൻ നമ്മൾ ഇന്ന് തന്നെ തയ്യാറെടുക്കേണ്ടതുണ്ട്. എന്നാൽ ഇവിടെ ഒരു വലിയ ചോദ്യം ബാക്കിയാണ്: വയോധികർക്കായി ആയിരക്കണക്കിന് ജെറിയാട്രിക് ക്ലിനിക്കുകൾ പണിയുന്നത് അതുമാത്രമാണോ ഇതിനുള്ളൊരു പരിഹാരം? പ്രായമായവർ മാത്രം ബാക്കിയാവുന്ന ഈ ഗ്രാമങ്ങളിലേക്ക് യുവത്വം തിരികെ കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ലേ? ജെറിയാട്രിക് ക്ലിനിക്കുകളുടെ ആവശ്യകത പോലും ഇല്ലാതാക്കാൻ ശേഷിയുള്ള, തകർന്നു പോകുന്ന നമ്മുടെ സാമൂഹിക ഘടനയെ വീണ്ടും ഉണർത്താൻ സഹായിക്കുന്ന ഒരു പുതിയ തരം മാറ്റം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്ന് ചർച്ചയാകുന്നുണ്ട്. അതിൻ്റെ പേരാണ് റിവേഴ്സ് മൈഗ്രേഷൻ. എന്താണ് റിവേഴ്സ് മൈഗ്രേഷൻ? വിദേശ രാജ്യങ്ങളിലേക്ക് പോയ നമ്മുടെ യുവത്വം എങ്ങനെ കേരളത്തിൻ്റെ ഈ വാർദ്ധക്യത്തെ തടയാൻ സഹായിക്കും? ജെറിയാട്രിക് ക്ലിനിക്കുകൾക്ക് മുകളിൽ റിവേഴ്സ് മൈഗ്രേഷൻ എങ്ങനെ ഒരു പ്രതിരോധമാകാൻ സാധിക്കും? ഇതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായി സംസാരിക്കാം.